അങ്ങനെ അശോകൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ നമ്മുടെ രേവതിയും വണ്ടിയുടെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണ് പെൺകുട്ടിയെ മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ സച്ചിയും ശ്രീകാന്തും അച്ഛനും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് അച്ഛൻ ചോദിക്കുകയാണ്, എടാ ശ്രുതിയെ കാണുന്നില്ലല്ലോ, അവനെ ഒന്ന് വിളിച്ച് നമ്മുടെ കൂടെ ഇരുത്തിക്കൂടെ? അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഓ അവനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവനെ ഏടത്തിയുടെ കൂടെ ഇരുന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ, വിളിച്ചാലും വരില്ല, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ശ്രുതി എന്താ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നറിയോ, അവിടെ ചെല്ലുമ്പോൾ ഫസ്റ്റ് പന്തി തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കാണുന്നത്. ദേ ഇഡ്ഡലിയുടെ മുകളിൽ സാമ്പാർ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാം, നീയല്ലേ പറഞ്ഞത് അവൻ്റെ ഭാര്യയുടെ കൂടെ അവൻ കഴിക്കുള്ളൂ എന്ന്? എടാ നിനക്ക് ഇവനെക്കുറിച്ച് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. വിശന്ന് കഴിഞ്ഞാൽ അവൻ അവൻ്റെ ഭാര്യയുണ്ടോ അമ്മയുണ്ടോ എന്നൊന്നും നോക്കില്ല, അവൻ്റെ വയറ് മാത്രമേ അവൻ നോക്കുകയുള്ളൂ. പിന്നെ നിനക്ക് വിശന്ന് കഴിഞ്ഞാലേ ഞങ്ങളെയും കൊണ്ടൊന്ന് വിളിച്ചുകൂടായിരുന്നുണ്ടോ സുധി, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിച്ചോണ്ടിരുന്നു. അപ്പോഴേക്കും സുധി പറയാം, ഞാൻ വന്നപ്പോഴേക്കും പറയുന്നതല്ലേ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു എന്നുള്ളത്, പിന്നെ ഞങ്ങളെല്ലാവരും വേഗത്തിൽ തന്നെ അങ്ങ് കഴിച്ചു എന്ന് പറയുകയാണേ. അപ്പോൾ കഴിച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പറയാണ് കേട്ടോ. ഈ സമയത്ത് കലവറയിൽ നിൽക്കുന്ന ബീരാനാണ് കേട്ടോ. ബീരാൻ്റെ പെങ്ങളുടെ മകനെയാണ് നമ്മുടെ അശോകൻ്റെ മകൾ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അടുക്കളയിൽ കലവറയിൽ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ പരസ്പരം കാണുന്നില്ല കേട്ടോ. ഭക്ഷണമൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി അവിടെ അലങ്കരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബീരാനെ കണ്ടിട്ട് രേവതി ചോദിക്കുക, നിങ്ങളെന്താ ഇവിടെ? ഞാനാണ് ഇവിടുത്തെ മണ്ഡപമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്, എൻ്റെ പെങ്ങളുടെ മകളുടെ കല്യാണമാണ്. ഓ അപ്പോൾ ഇതാ പെങ്കൊച്ചാണ്. അപ്പോൾ ഇതേതാ പെണ്ണെന്ന് ചോദിക്കുമ്പോൾ വേറൊരു പെങ്കൊച്ചിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ബീരാൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് കണ്ടപ്പോൾ ഇതാണെങ്കിൽ ബീരാനോട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് പരിചയപ്പെടാന്ന് പറഞ്ഞിട്ട് ബീരാൻ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ബീരാൻ അവിടെ നിന്ന് പോയത് നമ്മുടെ രേവതി വരും. രേവതി വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ചേച്ചിമാർ പറയും, എടി ആ ഇറച്ചി കടയിലേ ഒരു ദിവസം നിന്നെ ഞാൻ കൊണ്ടുപോയില്ലേ, നല്ല ഇറച്ചി കിട്ടുന്ന സ്ഥലം, അവിടുത്തെ ആ ബീരാൻ്റെ പെങ്ങളുടെ മകനാണ് അശോകൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും രേവതി പറയാം, ഓ അങ്കിള് പറഞ്ഞായിരുന്നു ചെക്കൻ്റെ അമ്മാവനെ ഇറച്ചിക്കടയാണുള്ളതെന്ന്. അത് ശരി, അദ്ദേഹമായിരുന്നല്ലേ, എനിക്ക് പരിചയപ്പെടാൻ പറ്റില്ല, ഇനിയിപ്പോൾ എന്തായാലും പരിചയപ്പെടണം, കെട്ടൊന്ന് കഴിയട്ടെ എന്ന് പറയണേ. ഈ സമയത്ത് പൂമാല കെട്ടുകയാണ് വെക്കാനായിട്ട്. അത് പെൺകുട്ടിയുടെ റൂമിൽ വെക്കാനുള്ള പൂമാല നമ്മുടെ രേവതി കെട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലോ നല്ല രീതിയിൽ കുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് പെൺകുട്ടിയെ കാണാൻ, നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷ ഇങ്ങനെ ഫോൺ പിടിച്ച് അവിടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയെ കണ്ടതും വർഷ പറയാം, ആൻറ്റി ഒന്ന് നിന്നേ, ഇതേ ഈ ഓറഞ്ച് സാരിയിൽ ആൻറ്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടതും ചന്ദ്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊങ്ങി പോവാണ്. ആണോ മോളെ, സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആൻറ്റിയെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് ഇതാ ഉടുത്തിട്ട് വന്നത്, പക്ഷേ ശ്രദ്ധിച്ചില്ല ആൻറ്റി, പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ആൻറ്റി കാണാൻ നല്ല ഭംഗിയുണ്ട്, അല്ലെങ്കിലും എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഇവളെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന സാരിക്കൊക്കെ എത്ര വിലയാണെന്ന് മോളുടെ വിചാരം? എല്ലാം പന്ന സാരികളായിരിക്കും, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നതേ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയാണ്, അതനുസരിച്ചുള്ള ഭംഗി ആൻറ്റിക്ക് ഉണ്ടാവില്ലേ? അത് ശരി ആൻറ്റി, ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ ചന്ദ്രൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ വർഷ. പല പല പോസുകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുന്ന ചന്ദ്രയാണെങ്കിലോ പിന്നെ ഭയങ്കരമായിട്ട് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനേ ഇന്ന് വലിയ രീതിയിൽ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല മോളെ, മേക്കപ്പ് ഇട്ടിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിരുന്നു എന്നെ കാണാൻ. സാധാരണ ശ്രുതിയാണല്ലോ എനിക്ക് മേക്കപ്പ് ഇട്ട് തരുന്നത്, അവൾ ഇട്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെന്ന് പറയണേ. അപ്പോഴേക്കും ശ്രുതി പറയണം, അതിനിപ്പോൾ എന്താ ആൻറ്റി, മേക്കപ്പ് കിറ്റൊക്കെ അകത്തിരിക്കുന്നുണ്ട്, ആൻറ്റി വേണമെങ്കിൽ ഇട്ടോളൂ എന്ന് പറയണേ. ഞാൻ ഇട്ടിരട്ടെ ആൻറ്റിക്ക് നിൽക്കുക? അയ്യോ വേണ്ട മോളെ, ഇവരുടെ കല്യാണത്തിന് ഇതൊക്കെ തന്നെ ധാരാളം മോളെ, എൻ്റെ ശ്രുതിയുടെയും കൂടെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് വർഷ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവർ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ രേവതി ആ സമയത്ത് ഡെക്കറേഷൻ വർക്ക് കഴിഞ്ഞിട്ട് വരണം. അപ്പോഴേക്കും രേവതിക്ക് ഒരു വിഷമം തോന്നാനെ, രേവതി അടുപ്പിക്കില്ലല്ലോ. അപ്പോൾ രേവതിയെ കണ്ടതും വർഷ പറയാണ്, രേവതി വന്നു രേവതി ചേച്ചി വേഗം വന്നു, നമുക്ക് 3-4 പേർ കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറയണേ. ഈ സമയത്ത് ചന്ദ്ര വേഗം തന്നെ പറയണം, അതെ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ട, എനിക്ക് മതിയായി, എനിക്ക് ഭക്ഷണം കഴിക്കണം, വിശക്കുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വർഷ പറയാണ്, രേവതി ചേച്ചി ഇപ്പോഴല്ലേ വന്നത്, അപ്പോൾ ചേച്ചിയുടെ കൂടെ കൂടെ എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? അപ്പോഴേക്കും ചന്ദ്ര പറയാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വാ മോളെ ശ്രുതി നമുക്കേ ഭക്ഷണം കഴിക്കാമെന്ന് പറയണം. അപ്പോഴേക്കും രേവതിയുടെ മുഖം അങ്ങ് മാറുകയാണ്. അപ്പോൾ വർഷ വന്നിട്ട് രേവതിയുടെ പറയാം, എൻ്റെ പൊന്ന് രേവതി ചേച്ചി വിഷമിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ. പിന്നെ രേവതിയും അങ്ങനെ നമ്മുടെ വർഷവും ബാക്കി എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മുടെ കലവറയിലേക്ക് സച്ചി വന്ന് ഞെട്ടിപ്പോകട്ടോ. 4 പേരും കൂടി സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് സച്ചി ഓടി ചെല്ലാണ് അച്ഛൻ്റെ അടുത്ത്. അച്ഛാ, സുധി, ശ്രീകാന്തേ എല്ലാവരും വാടാ, ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് പോവാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും മരുമക്കളും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ ശ്രീകാന്തിനും അതുപോലെ തന്നെ നമ്മുടെ
ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണേ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ഇതിലിപ്പോൾ എന്താണ് കാണാനുള്ളത്? അവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴേക്കും സച്ചു പറയാം ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അത് നേര് തന്നെ. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇതുപോലുള്ള അസുലഭ മുഹൂർത്തങ്ങളൊന്നും ഇനി ഉണ്ടായെന്ന് വരില്ല. എന്നും ഇവരിങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. വാ നമുക്ക് തന്നെ വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറയാണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയാം ഞാനോ വിളമ്പാണോ? ഞാനെന്താ സെർവൻ്റാണോ? ഞാനൊന്നും വിളമ്പി കൊടുക്കില്ല. നമ്മുടെ ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളമ്പി കൊടുക്കുന്നതിന് നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ എല്ലാവരും കൂടി ഇവർ 4 പേരും കൂടി വിളമ്പാനായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുക. അപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് ചിരിച്ചും കളിച്ചും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ അശോകൻ വരികയാണ്. നിങ്ങളിവിടെ നിൽക്കുകയാണോ? എന്തായാലും ചെക്കൻ്റെ അമ്മാവനെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞില്ലേ? ചെക്കൻ്റെ അമ്മാവനെയും കൂട്ടി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അശോകൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണെ. അമ്മാവൻ വീരനാണല്ലോ. സത്യത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് കലവറക്കാരൻ വയ്യാതെ വീഴുകയാണേ. അപ്പോൾ കലവറക്കാരൻ വയ്യാതെ വീഴുന്ന സമയത്ത് ബീരൻ കലവറ നോക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ബീരാനെ കൂട്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അശോകന് സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തേ? അപ്പോൾ ഇതുപോലൊക്കെ സംഭവങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ദൈവം നിൻ്റെ കൂടെ തന്നെയുണ്ട് എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഭാര്യമാർക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതിനായിട്ട് സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അതിനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇനിയിപ്പോൾ എന്നാണ് ഈ ഒരു ഭാഗ്യം ഉണ്ടാകാൻ പറ്റുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഭാര്യമാരും അതുപോലെ തന്നെ തിരിച്ച് ഫുഡ് കൊടുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ് കാണിക്കുന്നത്. അപ്പോൾ സച്ചി അച്ഛനോട് ചോദിക്കുക അച്ഛൻ ഭക്ഷണം കഴിച്ചോ? മരുന്ന് കഴിച്ചോ? അച്ഛൻ മരുന്ന് കഴിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ലാന്ന് പറയുവാണേ. അയ്യോ കൃത്യമായിട്ടുള്ള സമയത്ത് മരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ ബിപി താഴ്ന്ന് പോകും. ഞാൻ അച്ഛന് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് കലവറയിലേക്ക് പോവുകയാണേ. അവിടെ ആരുണ്ട്? നമ്മുടെ ബീരാനുണ്ട്. അപ്പോൾ കലവറയിൽ വന്നിട്ട് നമ്മളിങ്ങനെ ചൂടുവെള്ളം എടുത്ത് കൊടുക്കുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. ശ്രീകാന്ത് സച്ചിയോട് പറഞ്ഞു എടാ ഞാൻ ഗിഫ്റ്റൊന്നും മേടിച്ചില്ലടാ. ശ്രുതി വർഷ പറയുന്നു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ട് വന്നാലോ നമുക്ക്? അപ്പോൾ സച്ചി പറയാം അത് കുഴപ്പമില്ലടാ നമുക്കേ പൈസ ആയിട്ട് കൊടുക്കാം. അതാകുമ്പോൾ അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ. എങ്കിൽ ശരി വാ നമുക്ക് പൈസ ആയിട്ട് കൊടുക്കാമെന്ന് പറയാം. എന്നിട്ട് ഞാൻ വർഷയുടെ കൂടെ റിസോർട്ട് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നിൻ്റെ ഭാര്യയുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? ഓക്കെ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. ഇത്ര ഒച്ചയിലെന്തിനാ നീ പറയുന്നത്? കുറച്ച് കുറച്ച് പറഞ്ഞാൽ പോരെ. അതിന് ഒച്ചയിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? നീ നിൻ്റെ ഭാര്യയുടെ കൂടെയല്ലേ പോകുന്നത്? നീ പോയിട്ട് വാ. അതിനിപ്പോൾ എന്താ കുഴപ്പം? പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പോവാം. ഈ ഒരു കല്യാണം കഴിയട്ടെ എന്ന് പറയണം. ശരിയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് നിൽക്കുകയാണ് കേട്ടോ കല്യാണം കഴിയുന്നത് വരെ. അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛനുള്ള ചൂടുവെള്ളമായിട്ട് പോകുന്ന സമയത്ത് 2 പയ്യന്മാർ കയ്യിൽ കുപ്പിയായിട്ട് വരികയാണേ. മദ്യമാണ് അവരുടെ കയ്യിൽ. അപ്പോൾ സച്ചിയായിട്ട് ഇങ്ങനെ കൂട്ട് പിടിക്കുമ്പോൾ മദ്യക്കുപ്പി അങ്ങ് താഴെ പോകണം. അപ്പോൾ സച്ചി വേഗം തന്നെ ചാടി പിടിക്കുകയാണ്. അയ്യോ നിങ്ങൾ ശ്രദ്ധിച്ച് വരണ്ടേ കുപ്പി പൊട്ടി എന്ത് ചെയ്യും? അല്ല കല്യാണ വീട്ടിലിരുന്ന് കുടിക്കാനായിട്ടാണോ നിങ്ങളുടെ പദ്ധതി? എന്തായാലും ഇവിടെ ഇരുന്ന് കുടിക്കണ്ട. കുറച്ച് മാറി നിന്ന് കുടിച്ചാൽ മതി എന്ന് പറയുകയാണേ. അതാകുമ്പോൾ ആരും അറിയില്ല. ഇവിടെ ആകുമ്പോൾ ലേഡീസൊക്കെ ഉള്ളതല്ലേ. എന്തായാലും ശ്രദ്ധിച്ച് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ കയ്യിലാണെങ്കിൽ ബോട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ശ്രുതി ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. ശ്രുതി നോക്കുമ്പോൾ എന്താണ് സച്ചിയുടെ കയ്യിൽ കുപ്പി. അപ്പോൾ സച്ചി കുടിക്കുകയാണ് വൃത്തികെട്ടവൻ. എവിടെ വന്നാലും ഇവന് കുടി തന്നെ. ഇവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. അമ്മയോട് ചെന്ന് പറയണമെന്നും പറഞ്ഞിട്ട് ശ്രുതി നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണേ. അമ്മേ വാ അമ്മേ നമുക്ക് നേരെ വീട്ടിൽ പോവാം. എന്താടാ പെട്ടെന്ന് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് കല്യാണം തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. അതിനു മുമ്പ് വീട്ടിൽ പോകാനോ? നിനക്കെന്തെങ്കിലും ജോലി തിരക്കുണ്ടോ? ജോലി തിരക്കൊന്നുമില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മൾ നാണം കെടേണ്ടി വരും. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോവാം. നാണം കെടാനോ? നീ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മയുടെ 2ാമത്തെ മോനില്ലേ അവൻ്റെ കയ്യിൽ കുപ്പിയായിട്ട് അവൻ നടക്കുന്നുണ്ട്. എന്തായാലും അവൻ കുടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ്റെ സ്വഭാവം അറിയാലോ. ആരുടെയെങ്കിലും മെക്കിട്ട് കയറി പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ നമ്മളോട് നിന്ന് നാണം കെടുകയുള്ളൂ എന്ന് പറയുകയാണെ. ആ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല അല്ലേ എന്ന് പറയുകയാണെ. എങ്കിൽ ഇത് വിട്ടിട്ട് കാര്യമില്ല. ഞാനേ അങ്ങേരടുത്ത് പോയി പറയട്ടെ. അങ്ങേരുടെ സൽസ്വഭാവിയായിട്ടുള്ള മകൻ കുടിക്കുകയാണെന്നുള്ളത് അറിയട്ടെ. എന്നിട്ട് രവീന്ദ്രനോട് ചെന്ന് പറയണം ദേ നാണം കെടുത്തു അവൻ. ഇവനായിട്ട് നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകനാണ് കല്യാണം നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന്. എങ്കിൽ ഈ കല്യാണം നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും നീ വെറുതെ അപശകുനമൊന്നും പറയല്ലേ. ഞാൻ അപശകുനം പറയുന്നതല്ല അവൻ കുടിക്കാൻ പോയിരിക്കുകയാണ്. അത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ പറയാണ് അവൻ കുടിക്കാൻ പോയെന്നോ? ഇപ്പോഴവൻ ചൂടുവെള്ളം എനിക്ക് തന്നിട്ട് പോയത്. നിങ്ങൾക്ക് ചൂടുവെള്ളം നോക്കി തന്നു. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ കാണാതെ പോയിരുന്ന് കുടിക്കുന്നുമുണ്ട്. ഇത് ഞാനിപ്പോൾ അറിഞ്ഞതാ. ശ്രുതിയെ പറഞ്ഞതെന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയാം ആണോ? അങ്ങനെയാണോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് അവൻ കുടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴേക്കും രേവതിയെ കാണുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും മോളെ രേവതി സച്ചി എവിടെ? സച്ചി എങ്ങും പോകാതിരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അച്ഛാ ഇപ്പോൾ കാണുന്നില്ല. എല്ലാവരെയും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് ചന്ദ്ര പറയാം ഉവ്വ പിന്നെ നിൻ്റെ കെട്ടിയവനെ മൂക്കറ്റം കുടിക്കാൻ വേണ്ടി പോയിരിക്കാം. ആര് കണ്ടുവന്നു? സച്ചിയേട്ടൻ കുടിക്കുകയൊന്നുമില്ല. സച്ചിയേട്ടൻ ഇപ്പോൾ പഴയ പോലൊന്നും അല്ല. നിന്നോട് ആരാ പറഞ്ഞത്? കണ്ട ആൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്.
അവൻ കുടിക്കുന്നത് കണ്ടതാണെന്ന്. ആരാ കണ്ടത്? സുധിയ കണ്ടത്. മര്യാദയ്ക്ക് നിൻ്റെ കെട്ടിയവനോട് കുടിക്കരുതെന്ന് പറഞ്ഞേക്കെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ രേവതിയോട് പറയും, സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല, സച്ചി നടത്തുന്ന കല്യാണമാണ്, മോൾ അവൻ്റെ മേലൊരു കണ്ണ് വെച്ചേക്കണം, മോൻ്റെ അടുത്തേക്കും അവനെങ്ങും വിടുകയും വേണ്ട. ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചി അന്വേഷിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ട്. വർഷയുണ്ട്. അപ്പോൾ വർഷ രേവതി വിളിക്കുന്നുണ്ട്, ചേച്ചി വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ പിന്നെ എടുക്കാം, നമുക്കേ ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പോവാം, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോവും, ചേച്ചി വേഗം വരുമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ റിസോർട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരുടെയും പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യരുതെന്ന്. ശരി ശരി, ഞാനേ സച്ചി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പറയണം. എന്തോ പന്തികളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തും രേവതിയുടെ കൂടെ പോവുകയാണ്. എന്താ ചേച്ചി, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് രേവതി പറയാം, നിങ്ങളുടെ ചേട്ടനെ കുടിച്ച് കൂത്താടി നിൽക്കുകയാണെന്ന് അമ്മ ഒന്ന് എന്നോട് പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ കലവറയിലേക്ക് ചെല്ലുകയാണ്. കലവറ ചെല്ലുന്ന സമയത്തോ കുടിക്കാനായിട്ട് കുപ്പി കൊണ്ട് നടന്ന പയ്യന്മാരുണ്ടല്ലോ, അവന്മാർ അവിടെ നിന്ന് അച്ചാറ് മേടിക്കാനായിട്ട് വരികയാണ്. അച്ചാറ് മേടിച്ച് തിരിച്ചു വരുമ്പോൾ സച്ചിയായിട്ട് കൂട്ടിയിടിക്കണം. അതോടെ അവന്മാരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഉണ്ടല്ലോ സച്ചിയുടെ ദേഹത്തേക്ക് മറിയാണേ. നിന്നോടൊക്കെ അല്ലടാ പറഞ്ഞത് ഇവിടെ കിടന്ന് ചുറ്റിത്തിരി, അത് പുറത്തിറങ്ങി കുടിക്കാൻ. ഇതിപ്പോൾ നിങ്ങൾ കാരണം എൻ്റെ ഡ്രസ്സ് മോശമായി, ആൾക്കാരെ കണ്ട എന്ത് വിചാരിക്കും, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കുടിക്കുമെന്ന് പറയുകയാണെ. അതിനുശേഷം ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മുടെ സച്ചി കുടിച്ചെന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് സച്ചിയുടെ ഡ്രസ്സ് മുഴുവൻ മദ്യത്തിൻ്റെ മണമാണ്. അപ്പോൾ സ്ത്രീകളുടെ അടുത്തേക്ക് പറഞ്ഞു, ഇവനൊക്കെ രാവിലെ തന്നെ കുടിച്ച് തന്നെയായിട്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. അപ്പോൾ ഈ സമയത്ത് രേവതിയാണെങ്കിൽ സച്ചിയെ കാണണം. അപ്പോൾ സച്ചിയെ കണ്ടതും രേവതി ചോദിക്കുക, എന്താ രേവതി? ആ ഞാനേ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ട് വന്നത്, ഇപ്പം എനിക്ക് മനസ്സിലായി നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന്, നാറിയിട്ട് വയ്യെന്ന് പറയണം. അപ്പോഴേക്കും സച്ചി പറയാം, എൻ്റെ പൊന്നു രേവതി ഞാൻ കുടിച്ചിട്ടില്ല, നിൻ്റെ അടുത്തോടൊന്ന് പറയടാ ഞാൻ കുടിച്ചിട്ടില്ല എന്ന്. എന്താ സച്ചി നല്ല മണമുണ്ടല്ലോ, പിന്നെന്താ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത്? എടാ ഞാൻ പോകുന്ന വഴിക്ക് കുടിയന്മാർ രണ്ടുപേരുണ്ടായിരുന്നു, അവന്മാരുടെ ഗ്ലാസ് എൻ്റെ മേത്തേക്ക് വീണതാ, നിങ്ങൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്രയും കെട്ട നാറ്റം വരുന്നു. അപ്പോഴേക്കും സച്ചി പറയാം, ഇതാ അവന്മാരെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ഈ കലവറയിൽ കൂടെ കുറച്ച് സാധനങ്ങൾ വന്നിറങ്ങണം. അപ്പോൾ ഈ കലവറയിലെ സാധനങ്ങൾ എടുക്കാനായിട്ട് ബീരാൻ അവിടെ വരുന്നുണ്ട്. ബീരാൻ എന്ത് ചെയ്യാണ്, ഒരു പെട്ടി ഇങ്ങനെ തലയിൽ വെച്ചിട്ട് പോകുന്ന കാരണം സച്ചി അങ്ങ് പാസ് ചെയ്ത് പോവുകയാണ്. സച്ചിയെ കാണുന്നില്ല. അപ്പോഴേക്ക് രേവതി പറയാം, ഇനിയും നുണകൾ പറഞ്ഞ് കൂട്ടണ്ട, എന്തായാലും എനിക്ക് മനസ്സിലായി സച്ചിയേട്ടൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന്, ഇനി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ചെന്നിരുന്നോളാം, വെറുതെ പ്രശ്നങ്ങളുണ്ടാക്കി അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാണ്. അപ്പോഴേക്ക് സച്ചി പറയാം, എൻ്റെ പൊന്നു രേവതി ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ എങ്ങനെയാണ് ഇനി നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കുക, ആ ചെക്കന്മാരെ ആണെങ്കിൽ കാണാനും പറ്റുന്നില്ല, അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ, സച്ചിയേട്ടാ വെറുതെ ഉടായിപ്പ് കാണിക്കണ്ട കേട്ടോ, എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണേ. ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് 100 കളവ് പറയാൻ വേണ്ടെന്ന് പറയണം. അപ്പോൾ എടാ ശ്രീകാന്ത്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം, ഞാൻ ദേ ഊതുകയാണ് നിൻ്റെ മുഖത്ത്, നീ പറ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഊതുകയാണ്. ഊതിയപ്പോൾ സ്മെല്ലില്ല. അപ്പോൾ രേവതി പറയാണ്, ആ ഈ കെട്ട നാറ്റം അത് ഊതിയാൽ മാത്രമേ ഇനി മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയണം. അപ്പോഴേക്കും സച്ചി പറയാം, രേവതി ഞാനൊരു കാര്യം പറയും, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മദ്യേനെ മോശം നാറ്റമൊന്നുമില്ല, പ്രത്യേകതര സുഗന്ധമാണ് അതിനുള്ളതെന്ന് പറയണേ. അപ്പോൾ രേവതി പറയാം, ആ അതെ വലിയ പെർഫ്യൂം ആണല്ലോ. രേവതി നിനക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. എടാ നീ പറ, നിനക്ക് മണമടിക്കണോ? ഇല്ല എടുത്തി, ഇവൻ കുടിച്ചിട്ടില്ല, ഇവന് മണമടിക്കണില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് രണ്ടിനോടും ഞാൻ കുടിച്ചിട്ടില്ല എന്ന്. രണ്ടവന്മാരും എൻ്റെ മേത്തേക്ക് ഒഴിച്ചതാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ദേ നീ ഒരു അനിയനാനോടാ, നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയണേ. ഇപ്പോഴേക്ക് ശ്രീകാന്ത് പറയാം, അത് പിന്നെ നീ കുടിക്കുന്നവനല്ലേ, കുടിക്കാത്തവനാണെങ്കിൽ വിശ്വസിക്കാം, നീ എന്തെങ്കിലും വരുമ്പോൾ കുടിക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് പറയാം. അപ്പോഴേക്ക് സച്ചി പറയാം, ഞാനൊരു കുടിയനല്ലടാ, വല്ല കാലത്തും ഒന്ന് ശരീരം വേദനയൊക്കെ വരുമ്പോൾ ഒരു 2 റൗണ്ടൊന്ന് കുടിക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ കുടിക്കാൻ വേണ്ടി നടക്കുന്നവനൊന്നും അല്ല ഞാൻ, നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ സച്ചി അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മറ്റവരാണെങ്കിൽ ആകെ അങ്ങനെ കുടിച്ച് മോശമായിട്ട് വന്നിട്ട് വീരാനോട് ചോദിക്കുകയാണ് കേട്ടോ അച്ചാർ. അപ്പോൾ അവർ പറയാ, നിങ്ങളെ ഇങ്ങനെ കാണിക്കരുത്, പിന്നെ നിങ്ങളിപ്പോൾ തന്നെ വളരെ മോശമായിട്ടുണ്ട്, ഇനി നിങ്ങളിത് കാണിക്കരുതെന്ന് പറയും. ഈ കാര്യം പറഞ്ഞ് ബീരാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. അപ്പോൾ സച്ചി ആ സമയത്ത് ഇവരെ കാണും, ദൈവന്മാരാണ് എല്ലാത്തിനും കാരണം, ഇങ്ങോട്ട് വന്നിടാന്ന് പറഞ്ഞിട്ട് ആ ചെക്കന്മാർ വിളിക്കുകയാണ്. അപ്പോൾ ചെക്കന്മാർ പറയാം, ഹായ് മച്ചാ, ദേ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സച്ചി പറയാം, എടാ ഞാൻ കുടിച്ചോ, നിങ്ങൾ കുടിച്ച ഗ്ലാസ് എൻ്റെ മേത്തേക്ക് വീണതല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ഇത് കേൾക്കുന്ന ചെക്കന്മാർ പറയാം, അതെന്താ മച്ചാ അങ്ങനെ പറഞ്ഞത്, നീ ധൈര്യമായിട്ട് പറഞ്ഞോ, ഇതെൻ്റെ ഭാര്യ അനിയനാണ്, അവരുടെ മുന്നിൽ ഞാൻ കുടിച്ചിട്ടില്ലെന്ന് തെളിയിക്കട്ടെ. ആ ആ അതെ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് തട്ടി ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിലേക്ക് വീണതാണ്, ഇദ്ദേഹം കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോഴേക്ക് രേവതിക്ക് അത് പറഞ്ഞപ്പോൾ ശ്രീകാന്തിന് അക്കിടി പറ്റിയ പോലെ ആവുകയാണ്. എന്നാലും എൻ്റെ സച്ചിയേട്ടാ, നിങ്ങൾ കുടിക്കാതെ ഭാര്യയുടെ വായിൽ നിന്ന് ഓരോന്ന് കേട്ടോണ്ടിരിക്കണം, അപ്പോൾ കുടിച്ചാൽ മതിയായിരുന്നു ഞങ്ങളെപ്പോലെ, കുടിച്ചിട്ട് കേട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് സച്ചി പറയാം, അത് ശരിയാ, ഞാൻ കുടിക്കാതെ നിൽക്കുന്നില്ല, കുടിച്ചിട്ട് കേൾക്കുന്നതായിരുന്നു അല്ലേ.
അപ്പോൾ ഇവന്മാർ പറയാം അത് തന്നെയായിരുന്നു മച്ചാൻ നല്ലതെന്ന് പറയുമ്പോഴേക്കും രേവതി നമ്മുടെ രൂക്ഷമായിട്ട് സച്ചിയെ നോക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത്. ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നമുക്ക് നാളെ കാണാം. അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.